പാലക്കാട് കഞ്ചിക്കോട് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാനെത്തി. ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിൻ എന്ന ആനയാണ് എത്തിയത്. കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വനവാസി വയോധികൻ മരിച്ചിരുന്നു. ചീരക്കടവ് സ്വദേശി മല്ലനാണ് ഇന്നലെ കാട്ടാന കലിക്ക് ഇരയായത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. കഞ്ചിക്കോട് ചുള്ളിമട ഭാഗത്ത് ഇപ്പോഴും ആ ഒറ്റയാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടെയാണ് കുങ്കിയാനയെ എത്തിച്ചത്. അഗസ്ത്യൻ എന്ന കുങ്കിയാനയാണ് എത്തിച്ചത്. ഈ കുങ്കിയാനയെ ഉപയോഗിച്ചും ഒപ്പം പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ഈ ആനയെ കാട് കയറ്റാൻ ഉള്ള ശ്രമങ്ങളിലാണ്. ഈ ചുള്ളിമടയിലെ ഒരു സ്കൂളിന് സമീപത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്ന, ആ സ്കൂളിന് സമീപത്തെ ഒരു കാടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്തെ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ഒറ്റയാൻ എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീടുകളുടെ മതിലും മറ്റും പൊളിച്ചിരുന്നു. അതുകൂടാതെ വ്യാപകമായി നെല്ലും വാഴയും അതുപോലെ തന്നെ തെങ്ങും ഒക്കെ ഉൾപ്പെടെ വിവിധ കൃഷികൾ നശിപ്പിക്കുന്നതും തുടർക്കഥയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ വലിയ പരാതിയുമായി രംഗത്തെത്തിയത്. നമ്മൾ ജനം TV ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഈ വനം വകുപ്പ് എത്തി പടക്കം പൊട്ടിച്ച് കാട് കയറ്റിയാലും ആന പൂർണ്ണമായും കാട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് തുടർച്ചയായിട്ട് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇപ്പോൾ വനം വകുപ്പ് കുങ്കി ആനയെ ഉൾപ്പെടെ എത്തിച്ച് ഇവിടെ ഈ കാട്ടാനയെ കാടിനകത്തേക്ക് കയറ്റാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അഗസ്റ്റിൻ എന്ന ആനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ കാട് കയറ്റാൻ ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഒരു ഈ കാട്ടാനയുടെ പേര് നാട്ടുകാർ പറയുന്നത് അള്ളാച്ചിക്കൊമ്പൻ എന്നാണ് ഇതിന്റെ പേര്. നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേര് അള്ളാച്ചിക്കൊമ്പൻ. ഏതായാലും ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പാലക്കാട് അട്ടപ്പാടിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു വനവാസി വയോധികന് ജീവൻ നഷ്ടമായത്. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടെയായിരുന്നു ഈ മല്ലന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ചീരക്കടവിലെ വനമേഖലയിൽ ചേർന്നായിരുന്നു ഈ മല്ലന്റെ വീടുണ്ടായിരുന്നത്. ആ വീട്ടിൽ നിന്നും പശുവിനെ മേയ്ക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ആനകൾ കൂട്ടമായി എത്തുകയും അതിലൊരു ആന തുമ്പിക്കൈ കൊണ്ട് മല്ലനെ തട്ടിയിടുകയുമായിരുന്നു ചെയ്തത്. ഏതായാലും ഇന്നലെ തന്നെ ഈ മല്ലനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മല്ലനെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി അരുൺ. പാലക്കാട് കഞ്ചിക്കോട് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തി. ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിൻ എന്ന ആനയാണ് എത്തിയിരിക്കുന്നത്. കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.